പ്രൈസ് ലോർഡ്. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പുലർക്കാലം തിരുസന്നിധിയിലായിരിക്കുന്ന എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പുലർക്കാല വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി 2 കൊരിന്ത്യർ 4:17 വാക്യം വായിക്കാം. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോലനായ പൗലോസ് മാനസാന്തരപ്പെട്ട സമയം മുതൽ മരണം വരെയും ഒന്നിനു പുറകെ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥ, അതുപോലെ ദുഃഖം, വേദന, വളരെ ചമ്മട്ടിയുടെ അവസ്ഥ എന്നുവേണ്ട പലതരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും തൻ്റെ ജീവിതത്തിലുടനീളം കാണുവാനിടയായി. എന്നാൽ പൗലോസിൻ്റെ വീക്ഷണത്തിൽ നിത്യതയുമായി താരതമ്യം ചെയ്തപ്പോൾ ഈ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയോ തകർച്ചയോ വീഴ്ചയോ ദുഃഖമോ ദുരിതമോ പട്ടിണിയോ ഒന്നുമല്ല എന്ന് താൻ വിശ്വസിക്കുവാനിടയായി. നമ്മുടെ ലക്ഷ്യമെന്നത് ഈ ലോകത്തിലുള്ളതല്ല. അതായത് 2 കൊരിന്ത്യർ 4:18 പറയുന്നു, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടതകൾ യഥാർത്ഥത്തിൽ അവരുടെ അനുഭവ ജീവിതം നിത്യ നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നു. അങ്ങനെ നമ്മുടെ കഷ്ടതയും കണ്ണുനീരുമെല്ലാം നിത്യ നന്മയ്ക്കാക്കി തീർക്കുന്ന ആ യേശുവിനെയാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. സ്തോത്രം. റോമർ 8:17-18 വാക്യങ്ങളിൽ ഇവിടെ പ്രകാരം കാണുന്നു, നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കേണ്ടതിന് നാം അവനോടുകൂടെ കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ 18 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടമൊന്നും സാരമില്ലെന്ന് പൗലോസിനോട് ചേർന്നുകൊണ്ട് നമുക്കും പറയാൻ കഴിയണം. ലൂക്കോസ് 24:26 പറയുന്നു, ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതിനല്ലയോ എന്ന്. ഇവിടെ കഷ്ടത്തിനു ശേഷവും മഹത്വം എന്ന ഒരു പ്രക്രിയ ഉണ്ടെന്ന് ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കാണിച്ചു തരുന്നുണ്ട്. സ്തോത്രം. ഇപ്പോൾ കർത്താവ് തൻ്റെ മക്കളെ നയിക്കുന്നതും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. വിളിച്ച് വേർതിരിച്ച തൻ്റെ മക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16:33 വാക്യം, നിങ്ങൾക്ക് എന്നിൽ, അതായത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒരു ലോകത്തിൽ ജയിച്ചവനായ ഒരു ക്രിസ്തുവിനെ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിൽ ധൈര്യപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രതിസന്ധികളുടെ മധ്യേ സമാധാനമുണ്ടെന്ന്, ആത്യന്തിക വിജയം ക്രിസ്തുവിലുണ്ടെന്നും നമുക്ക് തെളിയിച്ചു തരുന്നു. അതുപോലെ രണ്ടാമതായിട്ട് പറയുന്നു, ക്രിസ്തു നമുക്കും കൂടിയാണ് തന്നിരിക്കുന്ന ഈ ജയം എന്നത്. അപ്പോൾ ഇത് നാം രണ്ടും അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷം ദൈവം മുന്നമേ നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നതിന് മുമ്പേ കണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് റോമർ 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമാൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതുകൊണ്ട് പട്ടിണിയോ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വന്നാലും കുലുങ്ങിപ്പോകില്ല. സ്തോത്രം. നമ്മുടെ യേശു നമ്മെ സ്നേഹിക്കൊണ്ട് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിലുള്ളതിനോ ആഴത്തിനോ ഉള്ളതോ മറ്റ് യാതൊരു സൃഷ്ടിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ ഒരു ശക്തിയും കഴിയില്ല. സ്തോത്രം. ഇവിടെ 2 കൊരിന്ത്യർ 4:17 പറയുന്നു, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് നാം ഈ ഭൂമിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതയും ദുഃഖവും നിരാശയും വേദനയും എല്ലാം
കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ള ഭാഗ്യ പദവിയായിട്ട് നമുക്ക് എണ്ണുവാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഈ ഭാഗ്യ പദവിയിലേക്ക് അനേകരെ കൂട്ടിച്ചേർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.